അസ്സാം വലൈക്കും. നമ്മൾ പതിനാലാമത്തെ ചാപ്റ്ററാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ ചാപ്റ്ററുകൾ, കഴിഞ്ഞ ചാപ്റ്ററുകളിലൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ തന്നെ ഒരു സെന്റൻസ് കൊടുത്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഒരു പാരഗ്രാഫോ ഒരു കഥയോ ഒരു കണ്ടന്റോ. ആ കണ്ടന്റിൽ നിന്ന് നഹവിയായ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നത്. കാരണം ഇതിന്റെ കണ്ടന്റ് വളരെ സിമ്പിൾ ആകുമ്പോൾ നഹവിന് കാര്യം പറ്റി ഫോക്കസ് കൊടുക്കണം. പക്ഷെ ഇനിയുള്ള കണ്ടന്റുകളൊക്കെ, അല്ലെങ്കിൽ കുറച്ചും കൂടിയൊക്കെ ഇൻഡെപ്ത് ഉള്ള കൂടുതൽ അറബി വാക്കുകളൊക്കെ പരിചയപ്പെടാൻ പറ്റുന്ന, അല്ലെങ്കിൽ അറബി ഭാഷയിൽ കൂടുതൽ ചാതുരിയും ചാരുതയും ഒക്കെ കൊടുക്കുന്ന രീതിയിലുള്ള ഭാഷാ പ്രയോഗങ്ങളൊക്കെ ഇനി വരുന്നുണ്ട്. അപ്പൊ അതും കൂടി നമ്മൾ ഫോക്കസ് ചെയ്യണം. നെഹവ് ന്റെ ഒരു ഭാഗം ഉണ്ട്, അത് മനസ്സിലാക്കണം. പ്ലസ് ഇത്തരം നല്ല നല്ല ഭാഷകൾ നമ്മൾ കാര്യമായിട്ട് ഫോക്കസ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഇതിന്റെ കാര്യമായ ലക്ഷ്യമുള്ളത്. അപ്പൊ ഇത് മറദുൽ എയ്ഡ്സ് രോഗത്തെ കുറിച്ചുള്ള ഒരു കണ്ടന്റ് ആണ്. അപ്പൊ ഇതില് ഈ എയ്ഡ്സുമായി ബന്ധപ്പെട്ട രോഗത്തെ കുറിച്ച് പറയുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട, അല്ലെങ്കിൽ ഈ രോഗത്തെ കുറിച്ച് പരിചയപ്പെടുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട വാക്കുകളൊക്കെ ഇതിൽ പരിചയപ്പെടുത്തും. ഓക്കെ, അപ്പൊ അത് പരിചയപ്പെടാന്നുള്ളതാണ് ഒന്നാമത്തെ ലക്ഷ്യം. മറ്റൊന്ന് ലക്ഷ്യം ഈ ഇസ്മുൽ ഇഷാറകൾ ഉണ്ട്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇസ്മുൽ ഇഷാറകൾ ഹാദ, ഹാദിഹി, ദാലിക, തിൽക, കദാലിക, ഹാ ഉലായി തുടങ്ങിയ ഒരുപാട് ഇസ്മുൽ ഇഷാറകളുണ്ട്. ആ ഇസ്മുൽ ഇഷാറകളുടെ ഘടനയും ചിലപ്പോ സെന്റൻസുകൾക്കനുസരിച്ച് മാറാറുണ്ട്. അപ്പൊ ആ ഘടന എങ്ങനെ മാറുന്നു എന്നുള്ളത് കൂടി ഈ കണ്ടന്റിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ കണ്ടന്റ് ഞാൻ ആദ്യം വായിക്കാം. മറദുൽ എയ്ഡ്സ് മറദുൻ ഖതീറും മിഥ്ല മറദി സർത്താനി. ക്യാൻസർ പോലെ തന്നെ വളരെ ഡേഞ്ചർ ആയ ഒരു രോഗമാണ് എയ്ഡ്സ്. ഖത്തീർ എന്ന് പറഞ്ഞാൽ ഡേഞ്ചർ എന്നാണ് പറയാ. പിന്നെ സർത്താൻ എന്ന് പറഞ്ഞാല് ക്യാൻസർ. മറദു സർത്താൻ ക്യാൻസർ രോഗം, ക്യാൻസർ ഡിസീസിനാണ് പറയാ. ഹാദൽ മറദു, ഇവിടെ നോക്കൂ, ഹാദൽ മറദു ഈ രോഗം. ഹാദ, ഹാദ എന്ന് പറയുന്നത് പൊതുവെ 12 രീതിയിലാണ് ഈ ഹാദ ഉപയോഗിക്കാറുള്ളത്. ഹാദ, ഹാദാനി, ഹാ ഉലായി, ഹാദിഹി, ഹാത്താനി, ഹാ ഉലായി. പിന്നെ ഏഹ്, തിൽക്ക പറയും, ദാലിക്ക പറയാറുണ്ട്. അപ്പൊ അതനുസരിച്ച് മാറും. ഇപ്പൊ ഇവിടെ നോക്കൂ, ഹാദ എന്നുള്ളത് അതിന്റെ ശേഷം വന്നത് മുദക്കറും അതുപോലെ മുഫ്രദായ പദമായതുകൊണ്ടാണ് ഹാദ എന്ന് പറഞ്ഞത്. ഇനി അവിടെ നേരെ മുഅന്നസ് ആണെന്നുണ്ടെങ്കിൽ തിൽക്ക എന്ന്, ഹാദിഹി എന്ന് പറയുമായിരുന്നു. ഓക്കെ, അത് ഡയറക്റ്റ് അപ്പുറത്ത് നേരെ സൂചിപ്പിക്കാനുള്ളതാണെന്നുണ്ടെങ്കിൽ മുമ്പിലുള്ള, അല്ലെങ്കിൽ വിദൂരതയിലുള്ള ഒരു കാര്യത്തെ സൂചിപ്പിക്കാനാണെന്നുണ്ടെങ്കിൽ ദാലിക്ക എന്നാവും, ദാലിക്കൽ മറന്നു എന്ന് പറയും. അത് മുഅന്നസ് ആണെങ്കിൽ തിൽക്കൽ മറന്നു എന്ന് പറയും. അപ്പൊ ഇവിടെ ഇത് ആ, ഒരു വിഷയത്തെ കുറിച്ച് സൂചിപ്പിക്കുകയാണ്. ആ വിഷയത്തെ കുറിച്ച് അത് മുഅന്നസുമാണ്, അതിന്റെ ശേഷം മുദക്കറുമാണ്, മുഫറദുമായത് കൊണ്ടാണ് ഇവിടെ ഹാദ എന്ന് പറഞ്ഞതുള്ളത്. ഹാദൽ മറദ് വബായിയുൻ, വബായിയുൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്ന, എന്താ പറയാ, ദുരിതം വിതക്കുന്ന ഒരു രോഗമാണ്. വലാ യുജിദു ലഹു ദവാൻ, മരുന്നില്ലാത്ത രോഗം കൂടിയാണ്. വലഹു വഹുവ മുൻതശിറുൻ ഫി ജമീൽ മനാത്തിക് വൽ ബുൽദാൻ, എല്ലാ നാടുകളിലും എല്ലാ പ്രൊവിൻസുകളിലും എല്ലാ പ്രദേശത്തും സ്പ്രെഡായ രോഗമാണ്. മുൻതശിർ എന്ന് പറഞ്ഞാൽ സ്പ്രെഡ് ആയിട്ടുണ്ട്. മനാത്തിക് എന്ന് പറഞ്ഞാൽ പ്രൊവിൻസിലാണ് പറയാം. മിൻതഖത്തിന്റെ ജമ്മാണ് മനാത്തിക്. അപ്പൊ ജമീൽ മനാത്തിക് എന്ന് പറഞ്ഞാൽ എല്ലാ ഇടങ്ങളിലും ഈ രോഗം ഇന്ന് അവൈലബിൾ ആണ്, അവൈലബിൾ ഉണ്ട്. കലിമത്ത് എയ്ഡ്സ് മുറക്കബത്തുൻ മിനൽ ഹുറൂഫിൽ ഊല ആലിൽ കലിമാത്ത് ബിൽ ഇൻജിലിസിയ അക്യൂഡ് ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രം. അപ്പൊ ഈ വാക്ക് ഉണ്ടായത് 4 ഇംഗ്ലീഷ് വാക്കുകൾ കൂട്ടിയിട്ടാണ്. അക്യൂഡ് ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രം എന്നാണ് അതിന്റെ ഇംഗ്ലീഷ്. ആ ഇംഗ്ലീഷ് പദത്തിന്റെ നേരെ ഡയറക്റ്റ് അറബിയാണ് മറദു നഖസിൽ മനാഅത്തിൽ മുക്തസിബ. മറദു നഖസിൽ മനാഅത്തിൽ മുക്തസിബ. മനാഅത്ത് എന്ന് പറഞ്ഞാൽ ഈ ഇമ്മ്യൂണിറ്റിയാണ്. എന്ന് വെച്ചാൽ രോഗം പ്രതിരോധിക്കാനുള്ള കഴിവ്. മനുഷ്യന്റെ ശരീരത്തിൽ രോഗം പ്രതിരോധിക്കാനുള്ള കഴിവ് ഇല്ലാതിരിക്കുന്ന രോഗമാണ് എയ്ഡ്സ്. എയ്ഡ്സ് ശരിക്കും ഒരു രോഗമല്ല, രോഗപ്രതിരോധ ശേഷിയെ നശിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അത് രോഗം വന്നാൽ പിന്നെ ഒരിക്കലും മാറൂല. കാരണം നമ്മുടെ ശരീരത്തിൽ നിന്ന് രോഗം മാറ്റുന്ന ഒരുപാട് സെല്ലുകളും ഓർഗാനിസം ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഇല്ലാതെയായി പോവുകയാണ്. അപ്പൊ ഈ ഇമ്മ്യൂണിറ്റിയെ ഇല്ലാതെയാക്കുന്ന ഒരു അവസ്ഥയാണ് എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ. എപ്പോൾ ഖുബറ, സയന്റിസ്റ്റുകൾ, എക്സ്പേർട്ടുകളായ ആളുകൾ പറയുന്നുണ്ട്. ഖുബറ എന്ന് പറഞ്ഞാൽ എക്സ്പേർട്ട് എന്നാ പറയാ, ഖബീർ, ഖുബറ, എക്സ്പേർട്ട്, എക്സ്പേർട്ടുകൾ. ഇന്ന വൈറസ്, ഫൈറസാത്ത് എന്ന് പറഞ്ഞാൽ വൈറസ് എന്ന് പറയാം. ഫൈറൂസ്, വൈറസ് എന്നൊക്കെ പറഞ്ഞാൽ വൈറസ്. ഇന്ന വൈറസാത്തി ഹാദൽ മറലി കാനത്ത് ഫി ബിദായത്തി, തുടക്ക കാലഘട്ടത്തിലായിരുന്നു. തൂജുദു ഫി അഫ്രീക്ക അൽ വുസ്ത, മധ്യ ആഫ്രിക്കയിൽ മാത്രമാണ് മുമ്പ് ഈ രോഗം ഉണ്ടായിരുന്നത്. ഇഫ്രീക്ക അൽ വുസ്ത എന്ന് പറഞ്ഞാൽ മധ്യ, വുസ്ത എന്ന് പറഞ്ഞാൽ മധ്യ എന്നാണ്. ആസിയ അൽ വുസ്ത മധ്യേഷ്യ, ആസിയ അൽ ഹിന്ദ് മധ്യ ഇന്ത്യ, മധ്യ ഇന്ത്യ. അപ്പൊ വുസ്ത എന്ന് പറഞ്ഞാൽ മധ്യം. അപ്പൊ ഇഫ്രീഖ എന്ന് പറഞ്ഞാൽ ആഫ്രിക്കയാണ്, ഇഫ്രീഖ. ഒമിൻഹ ഇൻതശറത്ത്, ആഫ്രിക്കയിൽ നിന്നാണ് ഇത് സ്പ്രെഡ് ആയത്. ഫി ജമി അൻഹാഇൽ ആലം, ലോകത്തിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിലേക്ക്. അൻഹാഇൽ ആലം എന്ന് പറഞ്ഞാൽ കോർണർ ഓഫ് ദി വേൾഡ്. അൻഹാ, എവറി കോർണർ ഓഫ് ദ വേൾഡ്, അൻഹാഇൽ ആലം.
ഹാദിഹിൽ വൈറൂസാത്ത്, ഈ വൈറസുകൾ. അവിടെ നോക്കൂ, ഹാദിഹി എന്ന് പറഞ്ഞു, മുഅന്നസായത് കൊണ്ടാണ് ഹാദിഹി എന്ന് പറഞ്ഞത്. ഹാദിഹിൽ വൈറൂസാത്ത് തുളഈഫു ഖലായ ദമിൽ ബൈളാ. ഖലായ എന്ന് പറഞ്ഞാല് ഖലിയത്തുൻ ജമ ഖലായ, സെല്ലിനാണ് പറയാം. ചെറിയ കോശങ്ങളാണ്, ചെറിയ പാർട്ടാണ്, ജുസ് ആണ് നമ്മുടെ ശരീരത്തിന്റെ ഈ സെല്ലുകള്. ദമ് എന്ന് പറഞ്ഞാൽ രക്തം, അൽ ബൈളാ വൈറ്റ്. ഇതിന് ഇംഗ്ലീഷിലെ WBC എന്നാണ് പറയാം, വൈറ്റ് ബ്ലഡ് സെല്ല്. വൈറ്റ് ബ്ലഡ് സെല്ലിനെ ഇല്ലാതാക്കുന്നു അല്ലെങ്കിൽ അതിനെ ബലഹീനപ്പെടുത്തുന്നുണ്ട് ഈ വൈറസുകൾ വന്നാല്. ആ വൈറ്റ് ബ്ലഡ് സെല്ല് ഇല്ലാതെയാകുന്ന അല്ലെങ്കിൽ ബലഹീനപ്പെടുന്ന കാരണത്താൽ തസ്ലൂബു മിൻഹ സ്വലാഹിയത്ത ദിഫായ് അനിൽ അമ്രാദി, രോഗത്തിൽ നിന്ന്, രോഗത്തെ ഡിഫെൻഡ് ചെയ്യാനുള്ള നമ്മുടെ ശരീരത്തിന്റെ കഴിവിനെ അത് ഇല്ലാതെയാക്കാണ്. തസ്ലൂബ്, സലബ എന്ന് പറഞ്ഞാൽ നെഗറ്റീവായി ബാധിക്കാന്ന് അർത്ഥം. നമ്മളെ ഈജാബിയ സെൽബിയ എന്ന് പറയും. ഈജാബിയ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്സുകൾക്കാണ് പറയാ, സെൽബിയ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്സ്ക്കാണ് പറയാം. അപ്പൊ ഇത് സ്വലാഹിയ എന്ന് പറഞ്ഞാൽ കഴിവാണ്, എബിലിറ്റി. ദ എബിലിറ്റി, സ്വലാഹിയത്ത്. അദ്ദിഫാ എന്ന് പറഞ്ഞാൽ ഡിഫൻസുകൾ പറയാം. വസീറുദ്ദിഫാ, ഡിഫൻസ് മിനിസ്റ്റർ. അദ്ദിഫാ അത്ത്, ഡിഫൻസ്. അമ്രാദ്, രോഗങ്ങള്. ഓക്കെ അല്ലേ? അപ്പൊ തൽഹറു അലാമത്ത് ഹാദൽ മറദ് തദ്രീജിയൻ, ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ ഈ രോഗത്തിന്റെ അടയാളങ്ങളൊക്കെ തദ്രീജ് എന്ന് പറഞ്ഞാല് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് വെളിവാകാറുള്ളത്. എന്ന് വെച്ചാല് തദ്രീജിയൻ, തദ്രീജൻ എന്ന് പറയുമ്പോൾ ഒന്നിന് ശേഷം ഒന്നിനാണ് തദ്രീജൻ എന്ന് പറയാം. തദ്രീജിയൻ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഈ രോഗം വെളിവാകാറുള്ളത്. ഫിൽ ബിദായത്ത്, അതിന്റെ ഈ രോഗത്തിന്റെ ആദ്യ സ്റ്റേജ്. ഫിൽ ബിദായത്ത് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ, ഫിൽ ബിദായത്ത് ഏർലി സ്റ്റേജിൽ. തൽഹറു ഔറാമുൻ ഫിൽ ഇബ്തി വൽ ഉനുക്കി, നമ്മുടെ ഈ കഴുത്തിലും അതേപോലെ ഇബ്തന കക്ഷത്തിലൊക്കെ ചെറിയ പൊള്ളലുകൾ, പോറലുകളൊക്കെ ഇങ്ങനെ കാണപ്പെടും, മുഴകൾ എന്നൊക്കെ പറയും. അബാദ താലിക്ക്, അതിനുശേഷം. അതാണ് ഹാദ, ഇതിനാണ് പറയാം ഹാദ. അതിന് എന്നുള്ളതിന് ദാലിക്ക തിൽക്ക എന്നാ പറയാം. അപ്പൊ ദാലിക്ക അതൊരു പുല്ലിംഗമായ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സെന്റൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ദാലിക്ക എന്ന് ഉപയോഗിക്കും. പിന്നെ അത് മുഅന്നസ് ആണ് പറയുന്നുണ്ടെങ്കിൽ തിൽക്ക എന്ന് പറയും. അവിടെ അബാ ദാലിക, അതിന് ശേഷം എന്നാണ് പറഞ്ഞത്. അപ്പൊ അവിടെ അതിന് എന്ന് പറയുമ്പോൾ ദാലിക്ക ഉപയോഗിക്കും, ഇതിന് എന്ന് പറയുമ്പോൾ ഹാദ എന്ന് ഉപയോഗിക്കും. അപ്പൊ അതാണ് ഹാദയുടെയും ദാലിക്കയുടെയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. അപ്പൊ ആദ്യം ഒരു പൊള്ളലോ പോറലോ ഒക്കെ ഉണ്ടാവും. അതിനുശേഷം യുഹിസുൽ മരീലു മുസ്തമിറൻ, പിന്നെ ഒരു വേദന, ചൊറിച്ചിലൊക്കെ എപ്പോഴും ഇങ്ങനെ അനുഭവപ്പെടും രോഗിക്ക്. യൻഖുസു, പിന്നെ അവന്റെ ബോഡിയുടെ വെയിറ്റ് ചുരുങ്ങും. ഈ സൂറത്തിൻ വാളിഹത്തിനാൽ വളരെ വ്യക്തമായ രൂപത്തിൽ അവന്റെ ബോഡി വെയിറ്റ് ലോസ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ തർത്തഫ്യു ദറജത്തു ഹറാറത്തി, അവന്റെ ബോഡി ടെമ്പറേച്ചറിന്റെ ലെവല് ഉയർന്നുകൊണ്ടിരിക്കും. ഹറാറത്താണ് ടെമ്പറേച്ചർ എന്നാണ് പറയാ. വയസീലു മിൻ ജസദിഹി അറഖുൻ കസീറുൻ, ഒരുപാട് വിയർപ്പുകൾ അവന്റെ ബോഡിയിൽ നിന്ന് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും, വിയർപ്പ് പൊടിഞ്ഞുകൊണ്ടിരിക്കും. ഒമിൻ അലാമാത്തിൻ നുഹ്റ ലിഹാദൽ മറദ്, ഈ രോഗത്തിന്റെ, അതാണ് ലിഹാദൽ മറദ്, ഈ രോഗത്തിന്റെ. ആ നല്ല പറഞ്ഞത് അതാകുമ്പോ ദാലിക്ക പറയേണ്ടി വരും. ഈ രോഗത്തിന്റെ മറ്റൊരു ലക്ഷണമാണ് ഇസ്ഹാലുൻ ബിദൂനി സവൻ, കാരണമൊന്നുമില്ലാതെ. ബിസവിൻ വാദി എന്ന് പറഞ്ഞാല് വ്യക്തമായ കാരണങ്ങളൊന്നുമില്ലാതെ ലൂസ് മോഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുക എന്നുള്ളത് മറ്റൊരു കാരണമാണ്. പിന്നെ സുആലുൽ ജാഫു, നല്ല കഠിനമായ കഫ് ഉണ്ടാവുക. ലൈക്കുൻ നഫ്സി, ബോഡിക്ക് ഒരു പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും, അസ്വസ്ഥയൊക്കെ ഉണ്ടാവും. അതൊക്കെ ഇതിന്റെ കാരണങ്ങളാണ്. വക്കദാലിക, അതുപോലെ തന്നെ. വക്കദാലിക, അതുപോലെ തന്നെ. തൽഹറു അലൽ ജൽദി വൽ ഫമി വൽ ജുഫൂൻ, നമ്മുടെ കൺപോളകളിലും നമ്മുടെ വായകളിലും സ്കിന്നിലൊക്കെ വെളിവാകും. മുഖൗൻ ഹംബ്രൗൺ, റെഡ് കളറിലുള്ള ചില അടയാളങ്ങൾ. ബിസാബി ഹാദൽ മറദി, ഈ രോഗം കാരണമായിട്ട്. ബിസാബി ഹാദൽ മറദി, ഈ രോഗം കാരണമായിട്ട്. ഈ രോഗം കാരണമായിട്ട് ബുക്ക എന്ന് പറഞ്ഞാൽ അലാമത്തുകളാണ്, അടയാളങ്ങൾക്കാണ് പറയാ. ജുഫൂൻ എന്ന് പറഞ്ഞാൽ കൺപോളകൾക്കാണ് പറയാ. ഫമ്, വായ. ജൽദ് എന്ന് പറഞ്ഞാൽ സ്കിന്ന്. യഖൂൽ അത്തിബാഉ, ഡോക്ടേഴ്സ് പറയുന്നു, ഇന്ന വൈറൂസാത്തി ഹാദൽ മറദ്, ഈ രോഗത്തിന്റെ വൈറസുകൾ തൻതഖിലു മിൻ ശഖ്സിൻ ഇലാ ശഖ്സിൻ ആഖർ, ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ട്രാൻസ്ഫർ ആവും. ഇൻതഖല യൻതഖില, ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് നീങ്ങുന്നതിനാണ് ഇൻതഖല എന്ന് പറയാം. അൻ തൊരീഖുൽ ഇത്തിസാലിൽ ജിൻസി, ബോഡി കോണ്ടാക്ട്. തൊരീഖുൽ ഇത്തിസാൽ കോണ്ടാക്ട് ആണ്, കോണ്ടാക്ട് മെത്തേഡിലൂടെ. ജിൻസി ആണ് ബോഡി ടച്ച്, ബോഡി കോണ്ടാക്ടിലൂടെയാണ് ഇതൊരു മനുഷ്യനിൽ നിന്ന് മറ്റൊരു മനുഷ്യനിലേക്ക് സ്പ്രെഡ് ആകുന്നത്. ഇതാ യകൂനു അഹദം മിൻഹ മുസാബൻ ബിമറദിൽ ആഡ്സ്, വെറുതെ അല്ല, ഒരു എയ്ഡ്സ് മുസാബ് എന്ന് പറഞ്ഞാൽ ബാധിതനായ, മുസാബും ബിൽ മറദിൽ എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ എയ്ഡ്സ് ബാധിതനായ ഒരു മനുഷ്യന്റെ ഈ ഡയറക്റ്റ് ബോഡി ടച്ച് കോണ്ടാക്റ്റിലൂടെയാണ്
ഇത് ഏഹ്, ഏഹ്, പകരാറുള്ളത്. വയന്തശിറു ഹാദൽ മറന്നു അയലൻ ബിദമിൻ തക്കൂനു ഫിഹി വൈറൂസാത്തുൽ എയ്ഡ്സ്. എയ്ഡ്സ് രോഗമുള്ള രക്തത്തിലൂടെയും ഇതെന്താവും, പകരാൻ സാധ്യതയുണ്ട്. ഒരാളുടെ രക്തം മറ്റേതിലേക്ക് എത്തുക, അല്ലെങ്കിൽ കൊതുക് ഒരാളുടെ രക്തം എടുത്ത് മറ്റാളുടെ ബോഡിയിലേക്ക് കൊണ്ടുവെക്കുക, അങ്ങനെയൊക്കെ ഈ ആ രക്തം ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നതിലൂടെയും ഈ രോഗം വ്യാപിക്കാൻ സാധ്യതയുണ്ട്. അവൻ തൊരീക്കിൻ മെഹ്ക്കന, മെഹ്ക്കന എന്ന് പറഞ്ഞാൽ സിറിഞ്ചിനാണ് പറയാം. തമ്മ ഇസ്തിഖ്ദാമുഹാ ലി ഷഖ്സിൻ മുസാബിൻ ബിൻ മറദിൽ എയ്ഡ്സ്. എയ്ഡ്സ് രോഗി ബാധിതരായ ഒരാൾക്ക് വേണ്ടി ഉപയോഗിച്ച സിറിഞ്ച് മറ്റാൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിലൂടെയൊക്കെ ഈ എയ്ഡ്സ് രോഗം പകരാൻ പറ്റും. അപ്പൊ ഇതിലെ പുതിയ വാക്കുകളൊക്കെ ശ്രദ്ധിക്കാം. മെഹ്ക്കന എന്ന് പറഞ്ഞ സിറിഞ്ചിനാണ് പറയാം. ഓക്കെ. വലായന്തശുറു ഹാദൽ മറന്നു, ഈ രോഗം സ്പ്രെഡ് ആകൂല അൻ തൊരീക്കിൽ മുസാഫഹത്തി, കൈ കൊടുക്കൽ, ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കലിലൂടെ സ്പ്രെഡ് ആകൂല. കാരണം ബോഡി ടച്ചിങ്ങിലൂടെ സ്പ്രെഡ് ആകൂല. ബോഡി റിലേഷനിലൂടെ മാത്രമാണ്, കോണ്ടാക്റ്റിലൂടെ മാത്രമാണ്, അല്ലെങ്കിൽ സെക്ഷൽ ഇന്ററാക്ഷനിലൂടെ മാത്രമാണ് ഇത് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുള്ളൂ. അല്ലെങ്കിൽ രക്തം അല്ലെങ്കിൽ തുടങ്ങിയ ഇന്റേണൽ കാര്യങ്ങളൊക്കെ ഉള്ളിലേക്ക് സ്പ്രെഡ് ആവുന്നതിലൂടെയൊക്കെയാണ് ഇത് വൈറസ് സ്പ്രെഡ് ആവില്ല. അല്ലാതെ മുആനക്ക എന്നുള്ള ആലിംഗനം ചെയ്യലൂടെയോ അല്ലെങ്കിൽ തക്ബീലി ചുംബന കിസ്സിങ്ങിലൂടെയോ അവിൽ ജുലൂസി മാ ഷഖ്സിൻ മുസാബിൻ ബിൽ എയ്ഡ്സ്, എയ്ഡ്സ് ബാധിതനായ ഒരാളുടെ കൂടെ ഇരിക്കുന്നതിലൂടെ ഒന്നും ഈ രോഗം എന്താവുകയില്ല, അത് സ്പ്രെഡ് ആവുകയില്ല. വക്കദാലിക്, അതുപോലെ തന്നെ ലാ യൻതഖിലു ഫൈറൂസ് ഹാദൽ മറദ് ബിസ്തിഖ്ദാമി അദവാത്തി തുആമി വശറാബി ഫിൽ അമാക്കിനിൽ ആമ്മ. പബ്ലിക് ഇടങ്ങളിൽ, പബ്ലിക് സ്ഥലങ്ങളിൽ ഫുഡ്, അതുപോലെ ഡ്രിങ്ക്സ് ഒക്കെ ഈ രോഗി ഉപയോഗിച്ച സാധനം കുടിച്ചത് കൊണ്ടോ ഒന്നും ഇത് ബാധിക്കൂല. അപ്പൊ അയാൾ ഉപയോഗിച്ച ഫുഡ് കുടിക്കാം, അയാൾ ഉപയോഗിച്ച ഡ്രിങ്ക്സ് കുടിക്കാം, അയാളെ തൊടാം, അയാളെ കിസ് ചെയ്യാം, അതുകൊണ്ടൊന്നും എയ്ഡ്സ് ബാധിക്കുന്നില്ല. ഇന്ററാക്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് ഇന്റേണൽ കോണ്ടാക്ട് ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇതിന് എന്താവുന്നത്, ബാധ്യതയുണ്ടാ, അല്ലെങ്കിൽ രക്തം മാറുന്ന ഇന്തിഹാലാവുന്നതിലൂടെയൊക്കെയാണ് ഈ രോഗം സ്പ്രെഡ് ആകുന്നത്. അമാക്കിൽ അമാറൽ പബ്ലിക് സ്പേസുകളാണ്. ഔ ബി ഇസ്തിമാൽ ഹമാമാത്തി വദ്ദൗറാത്തി, അല്ലെങ്കിൽ പബ്ലിക് ബാത്റൂം ഉപയോഗിക്കുന്നതിലൂടെ, ദൗറാത്തിൽ മിയാ, പബ്ലിക് കുടിവെള്ളം അതൊക്കെ ഉപയോഗിക്കുന്നതിലൂടെ ഒന്നും സ്പ്രെഡ് ആകുകയില്ല. ഡയറക്റ്റ് ടച്ച് കോണ്ടാക്ട് ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇത് സ്പ്രെഡ് ആകുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുള്ള ചെറിയൊരു ഒരു കണ്ടന്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എയ്ഡ്സ് വൈറസിനെ കുറിച്ചാണ് ഇതിൽ കാര്യമായിട്ട് പറഞ്ഞത്. അപ്പൊ ഇവിടെ കൊടുത്ത പ്രധാനപ്പെട്ട വാക്കുകൾ പറയാം. ഒന്ന് മനാഅത്ത്. മനാഅത്താണ് ഡിഫൻസ് ആണ്, ഇമ്മ്യൂണിറ്റി എന്ന് പറയും. രോഗപ്രതിരോധ ശേഷി, ഇമ്മ്യൂണിറ്റിയാണ് മനാഅത്ത് എന്ന് പറഞ്ഞാല്. വൈറസിന്റെ ജമ്മ വൈറസ്, ജമ്മ് വൈറോസ എന്ന് പറഞ്ഞാല് വൈറസിന് അർത്ഥം. ഹലായ, ഹലിയത്തിന്റെ ജമ്മാണ് ഹലായ. ഹലായ എന്ന് പറഞ്ഞ സെല്ലിനാണ് പറയാ. വറമ് ഔറാം എന്ന് പറഞ്ഞാല് ഈ പൊള്ളൽ, പോറൽ എന്നൊക്കെയാണ് അതിന്റെ മലയാളം. ഇഅ്യാ എന്ന് പറഞ്ഞാൽ ക്ഷീണം, ഇഅ്യാ ക്ഷീണം. ഇസ്ഹാൽ എന്ന് പറഞ്ഞാൽ ലൂസ് മോഷൻ, സുആല് ചുമ, ബുഖാത്ത് എന്ന് പറഞ്ഞാല് അടയാളങ്ങൾക്കാണ് പറയാം. പിന്നെ മെഹിക്കന എന്ന് പറഞ്ഞാൽ സിറിഞ്ച്, ഇഞ്ചക്ഷൻക്കാണ് മെഹിക്കന പറയാം. പിന്നെ അൽ ജുഫൂന്, ജഫ്ന് ജമ്മ് ജുഫു എന്ന് പറഞ്ഞാൽ കൺപോളകൾ. അസറത്ത എന്ന് പറഞ്ഞാൽ ക്യാൻസർ. പിന്നെ ഈ ചാപ്റ്ററോട് നമ്മൾ ലക്ഷ്യം വെച്ച് നേരത്തെ പറഞ്ഞു ഈ ഇസ്മുൽ ഇഷാറകളെ കുറിച്ച് പഠിക്കാനാണെന്നാണ്. ഇസ്മുൽ ഇഷാറകൾ ഇവിടെ ഒരുപാട് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇസ്മുൽ ഇഷാറ ഇസ്മിനനുസരിച്ച് മാറും. എല്ലാ ഇസ്മിനും ഒരേ ഇസ്മുൽ ഇഷാറത്തല്ല. അപ്പൊ ഇവിടെ കൊടുത്തു നോക്കൂ. ഹാദാ തിഫുലുൻ, മൂന്നാമത്തെ വരി നോക്കുക. ഹാദാ തിഫുലുൻ, തിഫുല് മുദക്കറാണ്, അതുകൊണ്ട് ഹാദാ എന്ന് പറഞ്ഞത്. ഇനി അടുത്ത സെന്റൻസിൽ അടുത്ത ഉദാഹരണം ഹാദിഹി ബിൻതുൻ. ബിൻത്ത് മുഅന്നസ് ആയതുകൊണ്ട് അവിടെ ഹാദിഹി എന്നായി പോയി. പിന്നെ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് അവിടെ നോക്കുക, ഒരു ഹാദാനി റജുലാനി എന്നുണ്ട്. അപ്പൊ രണ്ട് പുരുഷന്മാരായപ്പോൾ അവിടെ ഹാദാനി എന്നായി വന്നു. ഇനി അതന്നെ രണ്ട് സ്ത്രീകളായപ്പോൾ എന്തായി, ഹാത്താനി എന്നായി മാറി. പിന്നെ അവിടെ ഹാ ഉലായി, ഒരുപാട് പേര് ഹാ ഉലായി തൊലബ. അവിടെ അവിടെ മാറ്റില്ല കേട്ടോ. അവിടെ ഒരു കൂട്ടം, പുരുഷന്മാരുടെ കൂട്ടമാണെങ്കിലും സ്ത്രീകളുടെ കൂട്ടമാണെങ്കിലും ഹാ ഉലായി എന്നാണ് തന്നെ പറയാറ്. അപ്പൊ ഹാദ, ഹാദാനി, ഹാ ഉലായി, ഹാദിഹി, ഹാത്താനി. സ്ത്രീകളുടെ രണ്ടാളാകുമ്പോൾ ഹാത്താൻ എന്ന് പറയും. പിന്നെ ഹ ഉലായി, ഹ ഉലായിന്റെ അവിടെ മാറ്റമില്ല, ഒക്കെ സെയിം തന്നെയാണ്. പിന്നെ ഈ ഹാദാനിയും ഹാത്താനിയും ഒക്കെ ഈ ഇറാബിന്റെ പൊസിഷനനുസരിച്ച് മാറ്റം വരും. നമ്മൾ 12ാമത്തെ യൂണിറ്റിൽ ചർച്ച ചെയ്തിരുന്നു. എന്താ വെച്ചാല് നെസ്ബിന്റെ അവസരത്തിലാണ്, നെസ്ബിന്റെയും ജറിന്റെ അവസരത്തിൽ ഇത് ഹാത്തൈനി, ഹാദൈനി എന്നൊക്കെ ആയി മാറും. റഫിന്റെ അവസരത്തിൽ മാത്രമാണ് ഹാദാനി, ഹാത്താനി എന്നാകുന്നത്. ഓക്കെ, അപ്പൊ അത് വേറെ നിയമമാണ്. ആ നിയമങ്ങൾ ഇതിലൊക്കെ കൂട്ടി വായിക്കണം. ഈ നഹവിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് തന്നെ 5-6 കാര്യങ്ങളൊക്കെ വന്നേക്കാം. അപ്പൊ അതിനൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് വായിക്കണം. പിന്നെ ഇതിന്റെ ശേഷം വേറൊന്ന് വരുന്നത്, ഇപ്പൊ ഇതൊക്കെ പറഞ്ഞ ഇത് എന്നാണ്.
ഈ ഇത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള 6 കാര്യങ്ങളാണ്. ഇനി അത് തുടങ്ങിയ കാര്യങ്ങൾ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള 6 ഉണ്ട്. അത് ദാലിക്കയാണ്. അതിന്റെ മുഅന്നസാകുമ്പോൾ തിൽക്കയാവും. ഇപ്പൊ ദാലിക കിതാബുൻ, കിതാബ് മുദക്കർ ആയത് കൊണ്ടാണ് ദാലിക്ക എന്ന് പറഞ്ഞത്. ഇവിടെ ഫത്താത്ത് എന്നുള്ളത് മുഅന്നസാണ്, അപ്പൊ തിൽക്ക എന്നായി മാറി. ഇനി ദാലിക്കന്റെ അവിടെ 2 പുരുഷന്മാരായപ്പോൾ, 2 പേര് പുരുഷന്മാർക്ക് വേണ്ടി ഉപയോഗിച്ചപ്പോൾ അവിടെ ദാനിക്ക എന്നായി മാറി. അതന്നെ 2 സ്ത്രീകളായപ്പോൾ, ബിൻതാനി ആയപ്പോൾ താനിക്ക എന്നായി മാറി. ഇതൊക്കെ ഒരുപാട് പേരുണ്ടാകുമ്പോൾ അവിടെ ഉലായിക്കന്റെ അവിടെ രണ്ടും സെയിം ആണ്. ഉലായിക്കന്റെ അവിടെ മുദക്കറിനും മുഅന്നസിനും ഒക്കെ ഉലായിക്ക എന്ന് തന്നെ ഉപയോഗിക്കാം. അപ്പൊ ഇവിടെയും ദാലിക്ക, ദാനിക്ക, ഉലായിക്ക, തിൽക്ക, താനിക്ക, ഉലായിക്ക. ക്ലിയർ ആയല്ലോ? ഈ 12 കാര്യങ്ങളാണ് പൊതുവെ ഇസ്മുൽ ഇഷാറയ്ക്ക് വേണ്ടി ഉപയോഗിക്കാറുള്ളത്. ഇതല്ലാത്തതും പദങ്ങൾ ഉണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് ചോദ്യങ്ങളുണ്ട്. സാധാരണ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ പുസ്തകത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. അറബിയിലുള്ള ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഹൽ എയ്ഡ്സ് ഖതീറൻ മിഥല സർത്താൻ, ക്യാൻസർ പോലെ തന്നെ ഡേഞ്ചറായ രോഗമാണോ എയ്ഡ്സ്? അതെ, ആണ്. അയിന കാനത്ത് തൂജിദു വൈറോസാത്തുൽ എയ്ഡ്സ് ഫി ബിദായത്തിൽ അംറി, ആദ്യ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആദ്യമായി ഈ എയ്ഡ്സ് വൈറസ് എവിടെയാണ് കാണപ്പെട്ടിരുന്നത്? നമ്മൾ പറഞ്ഞു ഇഫ്രീഖ അൽ വുസ്ത, മധ്യ ആഫ്രിക്കയിലാണ് ആ എയ്ഡ്സ് ആദ്യമായിട്ട് ഉണ്ടായിരുന്നത്. മാതാ യുഹിസു മരീദുൽ എയ്ഡ്സ് ഫി ബിദായത്തിൽ അംറി, ആദ്യം എങ്ങനെയാണ് ഇത് ഫീൽ ചെയ്യുക? ആദ്യം ഇവിടെ കുറച്ച് കഴുത്തിലോ അല്ലെങ്കിൽ ഇബത്തിലോ ഒക്കെ മുഴകൾ ഉണ്ടാകും, പിന്നെ ഒരു ക്ഷീണം അനുഭവപ്പെടും, ചുമയുണ്ടാകും, പിന്നെ ലൂസ് മോഷൻ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞു അതിന്റെ സിംറ്റംസ് ഒക്കെ പറഞ്ഞു കൊടുക്കുക. പിന്നെ ലിമാദാ തൽഹറു ബുഖഉൻ ഹംറാഉൻ ഫി അലൽ ജിൽദി വൽ ഫമി വൽ ജുഫൂനി, കൺപോളകളിലും അതേപോലെ ഈ വായയിലും ഈ തൊലിയിലൊക്കെ ഈ റെഡ് കളറുള്ള അടയാളങ്ങൾ എന്തിനാണ് വരുന്നത്? അപ്പൊ ഈ വൈറസ് സ്പ്രെഡ് ആയിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത് വരിക. ഹൽ യൻതഖിലു വൈറസ് അൽ എയ്ഡ്സ് ബി ഇസ്തിഖ്ദാമി അദവാത്തി ത്വാമി ഫിൽ ഫനാദിഖി വൽ മതായിമി, ഹോട്ടലുകളിലും ഡൈനിങ് ഹാളിൽ നിന്നൊക്കെ ഉള്ള ഒരാൾ ഉപയോഗിച്ച ഭക്ഷണം ഉപയോഗിച്ചത് കൊണ്ട് എയ്ഡ്സ് രോഗം പകരുമോ? നമ്മൾ പറഞ്ഞു അതുകൊണ്ടൊന്നും പകരില്ല. ഡയറക്റ്റ് ഇന്റേണൽ കോണ്ടാക്ട് ഉണ്ടാക്കാൻ മാത്രമാണ് ഇത് പകരുന്നത്. ഇനി ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളെ വെച്ചുകൊണ്ടുള്ള ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചോദ്യമാണ്. മറദ് എയ്ഡ്സ് രോഗം ഫി ജമീൽ മനാത്തിക്ക്, എല്ലാ ഭാഗങ്ങളിലും. നമ്മുടെ പുസ്തകത്തിൽ പറഞ്ഞത് മുൻതഷിറുൻ, സ്പ്രെഡ് ആയിട്ടുണ്ട് എന്നാണ്. അപ്പൊ മറദുൽ എയ്ഡ്സ് മുൻതഷിറുൻ ഫി ജമീൽ ആലം എന്ന്, ഫി ജമീൽ മനാത്തിക്ക് എന്നാണ് ഇവിടെ കറക്റ്റ് ആയ ഓപ്ഷൻ. രണ്ടാമത്തെ ചോദ്യം, ഫിൽ ബിദായത്തി, സ്റ്റാർട്ടിങ്ങിൽ ഏർലി സ്റ്റേജിൽ തൽഹറു ഔറാമുൽ എയ്ഡ്സിന്റെ ഈ പൊള്ളലുകളൊക്കെ വെളിവാകല് ഫിൽ ഏതി, കയ്യിലാണോ, ഫിൽ ഇബത്തി അക്ഷരത്തിലാണോ, ഫിൽ റിജിലി? നമ്മൾ പറഞ്ഞത് ഫിൽ ഇബത്തി വൽ ഉനുഖി എന്നാണ്. ഉനുഖ് ഇവിടെ പറയാത്തത് കൊണ്ട് കറക്റ്റ് ആൻസർ ഫിൽ ഇബത്തി എന്നാണ്, അല്ലെ? പിന്നെ ഒന്നുള്ളത് യസീലുമിൻ അസ്തി മരീലിൽ എയ്ഡ്സ് രോഗം ഉള്ള ആളിൽ നിന്ന് ഒരുപാട് വിയർപ്പുകൾ ഏത് അളവിലാണ് ഒഴുകുക എന്നാണ്. കലീലാണോ, കസീറാണോ, സഗീറാണോ? നമ്മളവിടെ പറഞ്ഞു യസീലുമിൻ അസ്തിൽ മരീലിൽ എയ്ഡ്സ് അറഖുൻ കസീറുൻ, കസീർ എന്നാണ് കറക്റ്റ് ഓപ്ഷൻ. ഇന്ന വൈറൂസാത്തി ഹാദൽ മറദി, ഈ രോഗത്തിന്റെ വൈറസുകള് മിൻ ഷഖ്സിൻ ഇലാ ഷഖ്സിൻ ആഖറ, മറ്റൊരു വ്യക്തിയിലേക്ക് അവിടെ തത്തബദ്ദലു എന്നാണോ പറഞ്ഞത്, തൻതഖിലു എന്നാണോ, തത്തഖയ്യറു എന്നാണോ? അവിടെ പറഞ്ഞ പ്രയോഗം ട്രാൻസ്ഫർ, ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകുന്നതിന് തൻതഖിലു, ഇൻതഖല യൻതഖിലു എന്നാ പറയാം. ഓക്കെ, ഇൻതഖല യൻതഖിലു. തത്തബദ്ദലു തത്തഖയ്യറ ചേഞ്ച് ആവുന്നതിലാണ്. ഇവിടെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകുന്നതിന് നമ്മൾ ഇൻതഖല എന്നാണ് അറബിയിൽ പ്രയോഗിക്കുക. പിന്നെ അടുത്തത് ലാ യൻതശിറു ഹാദൽ മറദു അൻ ത്വരീഖിൽ, ഈ രോഗം സ്പ്രെഡ് ആവുകയില്ല അൻ ത്വരീഖിൽ മുനാഖശ വൽ മുഹാദസ വൽ മുസാഫഹ. മുനാഖശ സംസാരം, മുഹാദത്ത സ്പീക്കിംഗ് ആണ്, മുസാഫ എന്ന് പറഞ്ഞാൽ ഷെയ്ക്ക് ഹാൻഡ് ആണ്. അപ്പൊ ഇത് ഈ 3 രോഗം എന്താവില്ല, പകരൂല. പക്ഷേ നമ്മളിവിടെ പറഞ്ഞത് പുസ്തകത്തിൽ പറഞ്ഞ പോയിന്റ് മുസാഫഹ എന്നാണ്. അപ്പൊ കറക്റ്റ് ആൻസർ ലാ യൻതശിറു ഹാദൽ മറദു അൻ ത്വരീഖിൽ മുസാഫഹ എന്നാണ് കറക്റ്റ് ആയ ആൻസർ. ഓക്കെ, ഇനി അടുത്തത് താഴെ കൊടുത്ത ഒരു സെന്റൻസുകൾ ഉണ്ട്. ഈ സെന്റൻസുകൾ ശരിയാക്കാനാണ്. മറദുൽ എയ്ഡ്സ് മറദുൻ ഖത്തീറുൻ, അത് ടെക്സ്റ്റ് ബുക്കിൽ അതേപോലെയാണ് കൊടുത്തതുണ്ടെങ്കിൽ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ അതിൽ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കലാണ്. ഹാദൽ വൈറൂസാത്ത് യുളീഫു ഖലായ ദമിൽ ബൈളാ, ഒന്നാമത് പറഞ്ഞത് മറദുൽ എയ്ഡ്സ് മറദുൽ ഖത്തീറുൻ, ശരിയാണ് അല്ലെ, ഡേഞ്ചറായ രോഗം തന്നെയാണ്. രണ്ടാമത് പറഞ്ഞത് എയ്ഡ്സ് വൈറ്റ് ബ്ലഡ് സെല്ലിനെ എന്താണ് അതിന്റെ ബലഹീനമാക്കുന്നത്, അതും ശരിയാണ്. യർതഫ്യു ദറജത്തുൽ ഹറാറത്തി വയസീലു മിൻ ജസ്ദി അറഖുൻ കസീറുൻ, ഇതൊക്കെ ശരിയായ സെന്റൻസ് ആണ്. പക്ഷെ പുസ്തകത്തിൽ പറഞ്ഞത് ഇതേപോലെയല്ല. പുസ്തകത്തിൽ പറഞ്ഞ ഫോർമാറ്റിന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ കറക്റ്റ് ആൻസർ എങ്ങനെയാണ്? മറദ് എയ്ഡ്സ് മറദുൽ ഖത്തീർ, അത് കറക്റ്റ് ആണ്. ആദിഹിൽ വൈറൂസാത്ത് തുളഈഫു ഖലായ ദമിൽ ബൈളാ, അതും കറക്റ്റ് ആണ്. തർതഫ്യു ദറജത്തുൽ ഹറാറത്തിൽ മരീദി
വയസീലു മിൻ ജസ്ദിഹി അറക്കുൻ കസീറു എന്നാണ് അതിന്റെ ഓർഡർ മാറിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് കറക്റ്റ് സെന്റൻസ്. നാലാമത്തത് അൽ അതിബ്ബാഉ യഖൂലുന ഇന്ന വൈറൂസാത്തി ഹാദൽ മറദി തൻതഖിലു മിൻ ഷഖ്സിൻ ഇലാ ഷഖ്സിൻ ആഖറ എന്നാണ്. അഞ്ചാമത്തിന്റെ കറക്റ്റ് ആൻസർ ലാ യൻതശിറു ഹാദൽ മറദു അൻ ത്വരീഖിൽ മുസാഫത്തി എന്നാണ്. അപ്പൊ ഇതിൽ ചെറിയൊരു എയ്ഡ്സിനെ കുറിച്ചുള്ള കണ്ടന്റും പിന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇസ്മുൽ ഇഷാറ ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്. കാര്യമായിട്ട് ഫോക്കസ് ചെയ്യാൻ മാത്രമുള്ള പോയിന്റുകളൊന്നും ഇല്ല. നിങ്ങൾക്ക് മനസ്സിലായെന്നാണ് വിശ്വസിക്കുന്നത്. ശുക്രൻ, ജസാക്കുമുള്ള, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.